അതിനു വേണ്ടിയിട്ടുള്ള ദ്രുതഗതിയിലുള്ള പ്രവർത്തനം നടക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും അവിടെ ദുരന്തത്തിന്റെ യഥാർത്ഥ ചിത്രം വ്യാപ്തി എത്രയാണ് എന്ന് മനസ്സിലാവുകയുള്ളൂ. അപ്പോഴും നമുക്ക് പരമാവധി ആളുകളെ രക്ഷിക്കാൻ കഴിഞ്ഞു, പരമാവധി ചെറിയ വേഗത്തിൽ കൂടുതൽ ആളുകളെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏതായാലും രക്ഷാപ്രവർത്തകർക്ക് ആശ്വസിക്കാൻ പറ്റുന്ന, കേരളത്തിന് ആശ്വസിക്കാൻ പറ്റുന്ന വിവരം. ഇന്നലെ മുതൽ ഞങ്ങളുടെ പ്രതിനിധികൾ ഇവിടെ ഓരോ ഇടങ്ങളിൽ ഉണ്ട്. ദേവനുണ്ട്, അനഘ നേരത്തെ നമ്മളോട് വിവരങ്ങൾ പങ്കുവച്ചിരുന്നു. ദേവൻ കഴിഞ്ഞ ദിവസം മുതൽ ഇവിടെ ഉണ്ട്. ഇന്ന് ഒരുപക്ഷെ രക്ഷാപ്രവർത്തനത്തിന് വേഗം വയ്ക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നതല്ലേ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഒരുപക്ഷെ കൂടുതൽ ആളുകളെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏതായാലും രക്ഷാപ്രവർത്തകർക്ക് ആശ്വസിക്കാൻ പറ്റുന്ന, കേരളത്തിന് ആശ്വസിക്കാൻ പറ്റുന്ന വിവരം. ഇന്നലെ മുതൽ ഞങ്ങളുടെ പ്രതിനിധികൾ ഇവിടെ ഓരോ ഇടങ്ങളിൽ ഉണ്ട്. ദേവനുണ്ട്, അനഘ വിവരങ്ങൾ ഇപ്പോൾ വയനാട്ടിൽ ദുരന്തഭൂമി, ദുരന്തമുണ്ടായ പ്രദേശങ്ങളിലേക്ക് രക്ഷാപ്രവർത്തകർ, സൈന്യമടക്കമുള്ളവർ എത്തിയിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനം കാര്യക്ഷമമായി തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത്. രക്ഷാദൗത്യത്തിൻ്റെ രണ്ടാം ദിനമാണ്. ഈ രണ്ടാം ദിനം പുലർന്നപ്പോഴാണ് ശരിക്കും എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ ചിത്രം പുറത്തേക്ക് വരുന്നത്. ഇന്നലെ നടന്ന രക്ഷാപ്രവർത്തനം ചൂരൽമലയിൽ മാത്രമായി ഒതുങ്ങിപ്പോയിരുന്നു. മുണ്ടക്കൈയിലേക്ക് എത്താനായിട്ട് സാധിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് എല്ലാ രക്ഷാപ്രവർത്തകരും മുണ്ടക്കൈയിലേക്ക് എത്തി അവിടെയുള്ള രക്ഷാപ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ്. ലക്ഷ്മി പത്മയാണ് അവിടെ നിന്നും ഇപ്പോൾ നമുക്ക് വിവരങ്ങൾ നൽകുന്നത്.